തലവേദന കാരണം ഞാൻ നേരത്തെ ഉറങ്ങി. മഴ കാരണം ഞാൻ വീട്ടിൽ തന്നെ നിന്നു. ക്ഷീണം കാരണം ഞാൻ നേരത്തെ കിടന്നു. ഈ സെന്റൻസസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എല്ലാ സെന്റൻസിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വാക്ക് എന്താ? കാരണം. അതായത് ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു, അത് കാരണം ഇങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സെന്റൻസ് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ എന്താണ് നമ്മൾ ചെയ്തത്, എന്താണ് സംഭവിച്ചതെന്ന് പറയണം. തലവേദന കാരണം ഞാൻ നേരത്തെ ഉറങ്ങി അല്ലേ? അപ്പൊ അത് നമുക്ക് ആദ്യം എഴുതാം. സോ ഞാൻ നേരത്തെ ഉറങ്ങി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ. ആദ്യം നമ്മൾ ആരാണ് പ്രവൃത്തി ചെയ്തതെന്ന് പറയണം. ആരാ പ്രവൃത്തി ചെയ്തത്? ഞാനാണ് നേരത്തെ ഉറങ്ങിയത്. സോ എന്താ ഞാൻ ചെയ്തേ? നേരത്തെ ഉറങ്ങി അല്ലേ? അപ്പോൾ ഉറങ്ങി എന്നുള്ളതിന്, ഉറങ്ങുക എന്നുള്ളതിന് നമ്മൾ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഉറങ്ങി എന്നാകുമ്പോൾ അത് സ്ലെപ്റ്റ് ആവുമേ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. ഐ സ്ലെപ്റ്റ്. എങ്ങനെ ഉറങ്ങി? നേരത്തെ. ഐ സ്ലെപ്റ്റ് ഏർലി. ഇനി എന്ത് കാരണം, അതാണ് നമ്മൾ രണ്ടാമത് എഴുതാൻ പോകുന്നത്. എന്ത് കാരണമാണ് ഞാൻ നേരത്തെ ഉറങ്ങിയത്? തലവേദന കാരണം. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ആസ്, ഇതിലേതായാലും കറക്റ്റ് ആണ്. ഐ സ്ലെപ്റ്റ് ഏർലി ബിക്കോസ് അല്ലെങ്കിൽ ഐ സ്ലെപ്റ്റ് ഏർലി ആസ്. തലവേദന ഉണ്ടായിരുന്നു അല്ലേ? ഐ ഹാഡ് എ ഹെഡേക്ക്. അപ്പൊ തലവേദന കാരണം ഞാൻ നേരത്തെ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് ബിക്കോസ് ഐ ഹാഡ് സ്ലെപ്റ്റ് ഏർലി ബിക്കോസ് ഐ ഹാഡ് എ ഹെഡേക്ക്. ഇനി മഴ കാരണം ഞാൻ വീട്ടിൽ തന്നെ നിന്നു. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മഴ കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. നേരത്തെ സെന്റൻസസിൽ നമ്മൾ ആദ്യം എന്താണ് സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി ഈ സെന്റൻസിൽ ഫസ്റ്റ് കാരണം ഒന്ന് എഴുതി നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. അപ്പൊ രണ്ട് നിങ്ങൾ പഠിക്കണമല്ലോ. സോ മഴ കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു അല്ലെങ്കിൽ നിന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആസ് ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുകയായിരുന്നതുകൊണ്ട്, മഴ കാരണം ആസ് ഇറ്റ് വാസ് റെയിനിങ് എന്ത് സംഭവിച്ചു? ഞാൻ വീട്ടിൽ തന്നെ നിന്നു. ഐ സ്റ്റേഡ് അറ്റ് ഹോം. ഐ സ്റ്റേഡ് അറ്റ് ഹോം. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കാരണം പറയാം. ആസ് ഐ ഹാഡ് എ ഹെഡേക്ക് ഐ സ്ലെപ്റ്റ് ഏർലി. ഈ കേസിലായാലും നമുക്ക് ആദ്യം ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഐ സ്റ്റേഡ് അറ്റ് ഹോം ആസ് ഇറ്റ് വാസ് റെയിനിങ്, അല്ലെങ്കിൽ ഐ സ്റ്റേഡ് അറ്റ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന് നമുക്ക് പറയാം. കുഴപ്പമൊന്നുമില്ല. ഇനി ക്ഷീണം കാരണം ഞാൻ നേരത്തെ കിടന്നു. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ക്ഷീണം കാരണം ഞാൻ നേരത്തെ കിടന്നു. അത് വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഐ നേരത്തെ കിടന്നു എന്ന് പറയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഐ സ്ലെപ്റ്റ് ഏർലി എന്ന് പറയാം. പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഐ വെന്റ് ടു ബെഡ് എന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ പോയി എന്നാണ്. അതായത് കിടക്കാൻ പോയി, നേരത്തെ കിടന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഉറങ്ങി എന്ന് പറയുന്നില്ല. ഐ വെന്റ് ടു ബെഡ് ആസ് ഐ വാസ് എക്സോസ്റ്റഡ്. ഐ വെന്റ് ടു ബെഡ് ആസ് ഐ വാസ് എക്സോസ്റ്റഡ്. ഓക്കെ, ക്ഷീണം കാരണം ഞാൻ നേരത്തെ കിടന്നു. നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാനാണ് നമ്മൾ എക്സോസ്റ്റഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ബഹളം കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ബഹളം കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ മാത്രം ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. കുഡൻറ്റ്, കഴിഞ്ഞില്ല എന്നുള്ളതിന് നമ്മൾ കുഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഡൻറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ബഹളം കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.